നമ്മളെ സ്റ്റുഡൻസിൻ്റെ വേഷനിലേക്ക് വരികയാണ്. എല്ലാ പേരൻസും വളരെ കൺഫ്യൂസ്ഡ് ആണ്. എല്ലാ പേരൻസും അതിൽ മാത്രം നമ്മുടെ സമൂഹത്തിലൊരു തുലനങ്ങളില്ല. 10th കഴിഞ്ഞാൽ മക്കൾ എന്ത് വിടണം, 12th കഴിഞ്ഞാൽ എന്തിനു വിടണം, എഞ്ചിനീയറിംഗിന് വിടണം, ഏത് ബ്രാഞ്ചിന് വിടണം എന്നുള്ളത് വളരെ കൺഫ്യൂസ്. അതൊരു ശരിക്കും LKG ഡൊണേഷൻ കൊടുക്കുമ്പോൾ തൊട്ട് ഈ ഒരു കൺഫ്യൂഷൻ പേരൻസിന് തുടങ്ങും. ബട്ട് ലാസ്റ്റ് മൂമെന്റിൽ മാത്രമാണ് ഇതിനു വേണ്ടി ഓടി നടക്കുക. ഇത് നോർമൽ കേസിൽ നിന്ന് പേരൻസ് സെലക്ട് ചെയ്യുന്നൊരു 4 പാറ്റേണിലാണ്. ഒന്ന്, ഓഫ് കോഴ്സ് കുട്ടി പറയുന്നൊരു ഇൻട്രസ്റ്റ്, അവർ ഇൻട്രസ്റ്റ് ക്യാൻ ബി ചേഞ്ച് അറ്റ് എനി ടൈം എന്നൊരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. 2, പേരൻസിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. 3, ഒരു കറണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റ് ട്രെൻഡ്. 4, ഇപ്പോൾ സഹോദരൻ അവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ സഹോദരി അവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒപ്പം പഠിച്ച കുട്ടി അവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ കസിൻ അവിടെ പഠിക്കുന്നു. ഇങ്ങനെയാണ് ഈ 4 പാറ്റേൺ സെലക്ട് ചെയ്യുമ്പോഴായാലും കുട്ടിയുടെ ഒരു കോമ്പിറ്റൻസി മാപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഹയർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത്രയും ഹാർഡ് ഏൺഡ് മണിയാണ് പാരൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് മുന്നേ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എന്നുള്ള പോലെ പാരൻസ് അൺഫോർച്ചുനേറ്റ്ലി ചെയ്യുന്നില്ല.